പൂരക്കളിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ എന്നും പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. കേരള സർക്കാർ സാംസ്കാരിക വകുപ്പും കേരള പൂരക്കളി അക്കാദമിയും നീലേശ്വരം നഗരസഭാ ടൗൺഹാളിൽ സംഘടിപ്പിച്ച പൂരക്കളി കലാകാരന്മാർക്കുള്ള അവാർഡ് ദാന വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. അർഹമായ പ്രാധാന്യവും അംഗീകാരവും നൽകി പൂരക്കളിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും സർക്കാർ എന്നും പ്രതിജ്ഞാബദ്ധമാണെന്ന് രജിസ്ട്രേഷൻ, പുരാവസ്തു, പുരാരേഖാ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. കേരള സർക്കാർ സാംസ്കാരിക വകുപ്പും കേരള പൂരക്കളി അക്കാദമിയും നീലേശ്വരം നഗരസഭാ ടൗൺഹാളിൽ സംഘടിപ്പിച്ച പൂരക്കളി കലാകാരന്മാർക്കുള്ള അവാർഡ് ദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൂരക്കളിക്കുള്ള സമഗ്ര സംഭാവന പുരസ്കാരം നേടിയ അണ്ടോൾ ബാലകൃഷ്ണ പണിക്കർ, ഫെലോഷിപ്പ് നേടിയ MV കുഞ്ഞിരാമൻ പണിക്കർ എന്നിവർക്കും കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ 23 പൂരക്കളി കലാകാരന്മാർക്കുമുള്ള അവാർഡുകൾ ചടങ്ങിൽ മന്ത്രി വിതരണം ചെയ്തു. പൂരക്കളിയുടെ പരിപോഷണത്തിനായി സർക്കാർ ബഹുമുഖമായ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നു. ഉദ്ദിഷ്ടമായ അടിസ്ഥാന കലയായ പൂരക്കളി ഇതുപോലെയുള്ള കൂട്ടായ്മകളിലൂടെ പുനരുജ്ജീവിപ്പിക്കാൻ നമുക്ക് കഴിയണം. ഒരു കാലത്ത് ഗ്രാമീണ ജീവിതത്തിന്റെ ഭാഗമായിരുന്ന പൂരക്കളി നഗരങ്ങളിലേക്ക് കൂടി വ്യാപിച്ചു. ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള പല ഭൗതിക മാറ്റങ്ങളും പൂരക്കളിക്ക് സംഭവിച്ചു. പൂരക്കളിയെ പരിപോഷിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടരുമെന്നും മന്ത്രി പറഞ്ഞു. മറ്റെന്തായിരുന്നാൽ ശരി, ചരിത്രം ചരിത്രമാണ്. ഭൂതകാല ചരിത്രം ഭൂതകാല ചരിത്രം തന്നെയാണ്. അതിൽ നൽകിയിട്ടുള്ള ആയോധനങ്ങളും പരിശീലനങ്ങളും ഒക്കെ തന്നെ എത്രയാണ്. അതിൻ്റെ ശാരീരികവും മാനസികവും ബൗദ്ധികമായ സമർപ്പണബോധം എല്ലാം പൂരക്കളി പണിക്കർ സമ്മാനം. അവർക്ക് ഇതിൽ ശാസ്ത്രീയമായ പരിചിതം കൂടി ആവശ്യമായിട്ടുണ്ട്. അത് സംസ്കൃതത്തിൻ്റെ സംസ്കൃത ഭാഷയിലൂടെ നൽകുന്ന ചില ഉപദേശ നിർദ്ദേശങ്ങളും പഠനപരമായ കാര്യങ്ങളുമുണ്ട്. ബൗദ്ധികമായുള്ള കഴിവുകൾ മാറ്റിവെച്ചു നിൽക്കുന്ന രംഗങ്ങളുണ്ട്. ഇതെല്ലാം ഉണ്ടാകുമ്പോൾ അതിന് വെറുമൊരു ശാരീരികമായ അഭ്യാസ പ്രകടനം മാത്രമല്ല, നിരമറിച്ച് ചിന്താപരമായി, വൈജ്ഞാനികമായി, സാംസ്കാരികമായി അനുഷ്ഠാന കലയുടെ പ്രബോധന കർമ്മങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നടത്തുന്ന ഒരു കല എന്ന നിലക്ക് അതിന് ഉണ്ടാകേണ്ടതെല്ലാം ഉണ്ടാകണം എന്നാണ്. M. രാജഗോപാലൻ MLA അധ്യക്ഷത വഹിച്ചു. പൂരക്കളി അക്കാദമി ചെയർമാൻ VP മോഹനൻ അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി. TI മധുസൂദനൻ MLA, നീലേശ്വരം നഗരസഭാ ചെയർപേഴ്സൺ TV ശാന്ത, മുൻ MP P. കരുണാകരൻ, മുനിസിപ്പൽ വൈസ് ചെയർമാൻ PP മുഹമ്മദ് റാഫി, ഫോക്ലോർ അക്കാദമി സെക്രട്ടറി AV അജയകുമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ M. രാജൻ, ബംഗളം കുഞ്ഞികൃഷ്ണൻ, എറുവാട്ട് മോഹനൻ, നസീർ, PU വിജയകുമാർ, കൈപ്രത്ത് കൃഷ്ണൻ നമ്പ്യാർ, ഷംസുദ്ദീൻ അരിഞ്ചിറ തുടങ്ങിയവർ സംസാരിച്ചു. പൂരക്കളി അക്കാദമി ചെയർമാൻ K. കുഞ്ഞിരാമൻ സ്വാഗതവും സംഘാടക സമിതി ജനറൽ കൺവീനർ സന്തോഷ് പാലായി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം.